വെറുതെ പുല്ലിലേക്ക് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് തോട്ടിലേക്ക് തന്നെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് അതും പുല്ലിലേക്ക് തനിക്ക് തന്നെ ഭ്രാന്തുണ്ടാ. ഓ പിന്നെ തന്റെ വർത്താനം കേട്ടാ നിങ്ങൾ ഇപ്പൊ ചൂണ്ടായിട്ട് പുഴയിൽ പോയിട്ട് പൊട്ടക്കണക്കിന് മീനും കൊണ്ടുവന്നവരാണ്. വല്ലതും കിട്ടാറുണ്ടാ? നിങ്ങൾ അവിടെ മീൻ ഇട്ട് കൊടുക്കാൻ പോണല്ലേ? കിട്ടാറുണ്ടല്ലോ? ഇല്ലല്ലോ. ഇവിടെ ഒന്നും കിട്ടാറില്ല. അപ്പൊ പിന്നെ അവിടെ ഇരിക്കുന്ന വീടിങ്ങനെ കണക്ക് തന്നെയല്ലേ? വല്ല വ്യത്യാസം ഉണ്ട്. പിന്നെ ഈ പെട്രോളും കത്തിച്ച് നട്ടാറ വലുതവിടം വരെ പോയിട്ട് എന്ത് സൂക്കരെന്നറിയാം അവിടെ ചൂണ്ടിരിക്കാൻ. അവിടെ ആയാലും ഇവിടെ കണക്ക് തന്നെയാണ്. ഇതെന്തിപ്പ ഇത് കാണിക്കണത്? ഇതിപ്പോ ഇങ്ങനെയൊന്നും ഇവിടെ ഇതിപ്പോ നമ്മള് അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അത് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ ഈ പുഴയിലാണെന്ന് വിചാരിക്ക. ഇടക്കിടക്ക് ഈ തവള പാമ്പ് കാറ്റൊക്കെ വരുമ്പോ ഈ തങ്കീസാൻ അങ്ങൂല. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉന്നം വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്ക. അതെ അപ്പൊ നമുക്ക് കിട്ടാതെ വയ്ക്കുന്ന വേറൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇടക്കിടക്കിടക്ക് നമുക്ക് കിട്ടാതെ വയ്ക്കുമ്പോ കലിപ്പങ്ങട് കയറി കയറിക്കുമ്പോ ഈ സാധനം പിടിച്ചിട്ടില്ല. ഇങ്ങനെ വെട്ടിച്ചിട്ടില്ല. ഇങ്ങനെ കറക്കി കയറ്റാം. അപ്പൊ അവിടെ കയ്യൊക്കെ അടക്കും. ചിലപ്പോ കയ്യെ കഴിയുമ്പോ ഈ സാധനം കുത്തി വെക്കാം. ചിലപ്പോ പേടിക്കാന്ന് നിൽക്കില്ല. കഴിയാന്നില്ല. ചൂണ്ട കുത്തി വലിച്ചു എന്നുള്ള പേടിയും വേണ്ട. ഇവിടെ പിന്നെ എരയും വേണ്ട. പിന്നെ എത്ര നേരം കൂടി ഇരിക്കുകയും ചെയ്യാം. അടുത്ത കാലെങ്കിലും നമുക്കും കയറി ഇരിക്കാം. നല്ലത്.